Good morning all of you. നമ്മൾ ഇന്ന് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്താണെന്നോ രണ്ട് ടൈപ്പ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനെ കുറിച്ചിട്ടും പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 5 സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനെ കുറിച്ചിട്ടൊരു ഷോർട്ട് ഐഡിയ ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 96 5 സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് ജാവാ സ്ക്രിപ്റ്റ്, സെക്കൻഡ് വൺ VB സ്ക്രിപ്റ്റ്, തേർഡ് വൺ PHP, fourth one active server pages and fifth one java server pages. അതിൽ ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അത് നമുക്ക് വെബ് പേജസ്, ഇൻട്രാക്റ്റീവ് വെബ് പേജസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സയൻറ്റിസ്റ്റിൻ്റെ പേര് ബ്രെഡൻ ഏക്ക് എന്നാണ്. ജാവാസ്ക്രിപ്റ്റ് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കത് എഴുതണമെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് നമ്മൾ HTML ഉള്ളിലാണ് സാധാരണ എഴുതാറുള്ളത്. അപ്പോൾ HTML എഴുതാൻ നമുക്ക് സാധാരണ എന്താണ് ഉപയോഗിക്കാറുള്ളത്? ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ്, സച്ചസ് GENIE IDE ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു നോട്ട് പാഡ് ഉപയോഗിക്കാം. അതായത് C++ എഴുതാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന എൻവയോൺമെൻ്റ് ആണ് GENIE IDE എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു നോട്ട് പാഡ് എടുത്ത് നമുക്ക് HTML അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിൻ്റെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും അതിൽ എഴുതാം. ഇനി ഇതൊരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് മെയിൻലി അത് ഉപയോഗിക്കുന്നത് വാലിഡേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ വാലിഡേഷൻ എന്താണെന്ന് പറഞ്ഞു തന്നിരുന്നു നിങ്ങളോട്. ഇനി ജാവാസ്ക്രിപ്റ്റ് ഫയൽ സേവ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .js എന്ന് പറയുന്ന എക്സ്റ്റൻഷനിലാണ് നമ്മളത് സേവ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് ഐഡിയ. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ളത് റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ജാവാസ്ക്രിപ്റ്റ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് ഒരു 6-7 പോയിൻറ്റ്സ് പഠിച്ചു വയ്ക്കും. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ടീച്ചർ പറഞ്ഞത്, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. രണ്ടാമത്തത് ഇത് ഉപയോഗിക്കുന്നത് വാലിഡേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. മൂന്നാമത്തത് അത് എഴുതാൻ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത് നോട്ട് പാഡ് അല്ലെങ്കിൽ GENIE IDE ആണ്. ഇനിയും ഇത് സേവ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് എഴുതാം .js എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഫയലാണ്. ഇനിയും ഇത് ഉപയോഗിക്കുന്നത് സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള വെബ് പേജിന് അല്ലെങ്കിൽ ആനിമേഷൻ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അതുപോലെ ഇത് ഡെവലപ്പ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേര് നിങ്ങൾക്ക് എഴുതാം, ബ്രെഡൻ ഏക്ക്. ഇനി മെയിൻലി ജാവാസ്ക്രിപ്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജിയുടെ പേരാണ് അജാക്സ് എന്ന് പറയുന്ന ടെക്നോളജി, AJAX എന്ന് പറയുന്ന ടെക്നോളജി. എന്താണ് ഈ അജാക്സ് ടെക്നോളജി എന്നുള്ളത് ടീച്ചർ പറഞ്ഞു തരാം. അതായത് നിങ്ങളെല്ലാവരും +1 അഡ്മിഷൻ പ്രോസസ്സിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു കാര്യം അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് ഉടനെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ പേര്, അഡ്രസ്സ്, മറ്റുള്ള ഡീറ്റെയിൽസുകളൊക്കെ ആ പേജിൽ വന്ന് കണ്ടിട്ടുണ്ടാവും. അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. അതായത് ഈ ഡീറ്റെയിൽസ് സെർവറിൽ നിന്ന് പോയി എടുത്ത് നിങ്ങളുടെ ബ്രൗസറിലാണ് തെളിയുന്നത്. ഈ ടെക്നോളജിന്, അതായത് വെബ് പേജ് റീലോഡ് ആവാതെ തന്നെ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ ഈ ഡീറ്റെയിൽസ് ഫില്ലാവുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ടെക്നോളജി എന്ന് പറയുന്നത്? അജാക്സ് ടെക്നോളജി എന്ന് പറയുന്നത്. Ajax is an asynchronous JavaScript and an extensible markup language. After implementing Ajax on website, it does not require the entire page to be reloaded for displaying the dynamic content of the web page. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് വെബ് പേജ് രണ്ടാമത് റീലോഡ് ചെയ്യാതെ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന വെബ് പേജിൻ്റെ ടെക്സ്റ്റ് ബോക്സിൽ കുറച്ച് ഡീറ്റെയിൽസ് സെർവറിൽ നിന്ന് വന്ന് തെളിയുന്ന ആ പ്രോസസ്സിനെയാണ് അജാക്സ് ടെക്നോളജി എന്ന് പറയുന്നത്. സാധാരണ ഒരുപാട് വെബ് പേജുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക്, അതായത് ഡാറ്റാബേസിൽ നിന്നും എടുക്കാതെ സെർവറിൽ നിന്ന് ഡീറ്റെയിൽസ് എടുത്ത് ടെക്സ്റ്റ് ബോക്സിൽ ഫില്ല് ചെയ്യുന്ന ഈ ടെക്നോളജിയാണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ അജാക്സ് എന്ന് പറയുന്ന ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ടെക്നോളജിയും അതുപോലെ ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ചിട്ടും ഒരു ഷോർട്ട് ഐഡിയ നിങ്ങൾക്ക് നൽകും. ഇനി രണ്ടാമത്തെ ജാവാസ്ക്രിപ്റ്റിൻ്റെ പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് അത് എല്ലാ ബ്രൗസറിലും വർക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും പോപ്പുലറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് VB സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, വിഷ്വൽ ബേസിക് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഇത് സാധാരണ ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് നമ്മുടെ വിഷ്വൽ ബേസിക് പ്രോഗ്രാമിൻ്റെ കൂടെയാണ്. അതുപോലെ തന്നെ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാ ബ്രൗസറിലും വർക്ക് ചെയ്യില്ല, ഓൺലി ഓൺ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുകൊണ്ട് ഇത് അത്ര പോപ്പുലർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇനിയും ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആസ് എ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ഫോർ മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ബ്രൗസറിലും, അതുപോലെ സെർവർ സൈഡിലാണെങ്കിൽ ഇത് IIS എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വർക്ക് ചെയ്യുന്ന മോഡലാണ്. ഇനി ഇത് പോപ്പുലർ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഇനി ഇതിൻ്റെ ഒപ്പം ഒരു എക്സ്റ്റൻഷനായിട്ട് വന്നിട്ടുള്ളതാണ് VB.NET എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഇത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടും ബോത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു കാര്യം നിങ്ങൾ ഓർമ്മിക്കാനുള്ളത്, വിഷ്വൽ ബേസിക് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് VB പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒപ്പം ഉപയോഗിക്കാവുന്ന മൈക്രോസോഫ്റ്റിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇത് മറ്റെല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലും അതുപോലെ എല്ലാ ബ്രൗസറിലും വർക്ക് ചെയ്യില്ല, ഓൺലി ഓൺ മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. ഇനി ഇത് ക്ലയൻറ്റ് സൈഡായിട്ടും സെർവർ സൈഡായിട്ടും ഉപയോഗിക്കാം. ക്ലയൻറ്റ് സൈഡ് ആണെങ്കിൽ ഇത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിൽ വർക്ക് ചെയ്യും, സെർവർ സൈഡ് ആണെങ്കിലോ ഇത് IIS ആയിട്ടും വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് PHP എന്ന് പറയുന്നത്. PHP ഇറ്റ് ഈസ് വെരി പോപ്പുലർ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടാണ് നമ്മൾ ഇതിനെ പറയുന്നത്. PHPയുടെ ഫുൾ ഫോം ആണ് PHP ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ. സാധാരണ പരീക്ഷകളിൽ ചോദിക്കാറുള്ളതാണ്, 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട്. PHPയുടെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ. ഇനി ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ദ സയൻറ്റിസ്റ്റിൻ്റെ പേരും നിങ്ങൾ ഓർത്ത് വയ്ക്കണം, റാസ്മസ് ലഡോഫ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ്. ഇനി ഇതൊരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. സിമിലർ ടു കോഡ്. ഏത് കോഡിനോട് സിമിലർ ആണ്? ജാവയും സിയും പേളും എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഇനി ഇത് PHP ഗ്രൂപ്പ് ആണ് ഇതിൻ്റെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കോർപ്പറേഷൻ്റെ പേരായിട്ട് പറയുന്നത്. ഇനി ഈ PHP ഫയല് സാധാരണ നമ്മൾ സേവ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .php ഫയലായിട്ടാണ്. ഇനി PHP നമ്മൾ HTML ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇനി PHP കോഡ് നമ്മൾ HTML ആണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ എഴുതിയിരിക്കുന്നത്, ഇൻ്റർപ്രേറ്റ് ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും വെബ് സെർവർ കമ്പ്യൂട്ടറിൽ നിന്നാണ്. വെബ് സെർവറിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു PHP ഇൻ്റർപ്രറ്റർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ ക്ലയൻറ്റ്സ് റിക്വസ്റ്റ് ചെയ്യുന്ന വെബ് പേജ് വെബ് സെർവറിൽ പോയിട്ട് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൽ ഡിസ്പ്ലേ ചെയ്യുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇനി ഒരു സ്ട്രോങ്ങസ്റ്റ് ഫീച്ചർ ഓഫ് PHP നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത് ഇതിൻ്റെ ഡാറ്റാബേസ് സപ്പോർട്ടാണ്. ഇനി ഇത് ബോത്ത് ലിനക്സിലും വിൻഡോസിലും വർക്ക് ചെയ്യും. ഇതൊരു ഓപ്പൺ സോഴ്സ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. വിൻഡോസിലാണെങ്കിൽ അതിൻ്റെ പാക്കേജിൻ്റെ പേര് WAMP എന്നാണ്. ദാറ്റ് മീൻസ് വിൻഡോസ് WAMP, WAMP എന്നാണ്. W for Windows, A for Apache, M for MySQL and P for PHP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്പാച്ചി വെബ് സെർവർ ഉപയോഗിച്ച് MySQL സപ്പോർട്ട് ചെയ്തിട്ടുള്ള PHP പ്രോഗ്രാം. ഇനി ലിനക്സ് അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ അതിൻ്റെ പാക്കേജിൻ്റെ പേരാണ് LAMP, LAMP. ദാറ്റ് മീൻസ് ലിനക്സ്, അപ്പാച്ചി, MySQL ആൻഡ് PHP എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് PHPനെ കുറിച്ചിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത്. നമ്മുടെ ഒരുപാട് നമ്മുടെ പ്രോഗ്രാമിംഗ് വെബ് പേജസുകൾ മുഴുവൻ PHP ഉപയോഗിച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി നാലാമത്തെ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ആക്റ്റീവ് സെർവർ പേജസ്. ആക്റ്റീവ് സെർവർ പേജസ് എന്ന് പറയുന്നതും
നമ്മുടെ അതൊരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എൻവയോൺമെൻ്റ് ആണ് നമുക്ക് നൽകുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ടു ക്രിയേറ്റ് ആൻഡ് റൺ ഇൻട്രാക്റ്റീവ് വെബ് ആപ്ലിക്കേഷൻസ്. ASP എന്ന് പറയുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഒരു എൻവയോൺമെൻറ്റ് തരികയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും റൺ ചെയ്യാനും ഇൻട്രാക്റ്റീവ് വെബ് ആപ്ലിക്കേഷൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി ASPയിൽ നമുക്ക് HTML ആൻഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് കോഡ് ഉണ്ട്. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് നമുക്ക് അതിൽ VB സ്ക്രിപ്റ്റോ ജാവാ സ്ക്രിപ്റ്റോ എഴുതാം. ഇനി ASP ഫയൽസ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ സേവ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .asp വെച്ചിട്ടാണ്. ഇനി ഇത് മെയിൻലി മൈക്രോസോഫ്റ്റിൻ്റെ IIS എന്ന് പറയുന്ന സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ചിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നത്. ASP ഫയൽസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മാത്രമാണ്. So it is very powerful scripting language that provides support to variety of databases. ASPയും അതിൻ്റെ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ഫീച്ചറാണ്. ഇത് ഒരുപാട് ഡാറ്റാബേസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ASP എന്ന് പറയുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നത്. ASP പേജസ്, അതിൻ്റെ ഫുൾ ഫോം ആക്റ്റീവ് സെർവർ പേജസ് എന്ന് പറയുന്നത് അതെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ടു ക്രിയേറ്റ് ആൻഡ് റൺ ഇൻട്രാക്റ്റീവ് വെബ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ അത് HTML അത് ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജസ് ആണ് ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ VB സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട്. മെയിനായിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി ASPയുടെ .NET എന്ന് പറയുന്ന എക്സ്റ്റൻഷനാണ് ASPക്ക് ശേഷം വന്നിരിക്കുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട്, അതായത് കോഡിങ് റെഡ്യൂസ് ചെയ്തു, അവൈലബിലിറ്റി ഓഫ് വെറൈറ്റി ഓഫ് ബട്ടൺസ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സാണ് ASP എന്ന് പറയുന്ന ആക്റ്റീവ് സെർവർ പേജസിൻ്റെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് നൽകുന്നത്. JSP എന്ന് പറയുന്നതാണ് അഞ്ചാമത്തെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. അതിൻ്റെ ഫുൾ ഫോമാണ് ജാവ സെർവർ പേജസ്. അത് ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് തന്നെയാണ്. ടു ക്രിയേറ്റ് ഡൈനാമിക് വെബ് പേജസ്. ഇനി അത് ഉപയോഗിക്കുന്നത് HTMLഉം അതുപോലെ തന്നെ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ആണ്. ഇനി ഇത് സേവ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .jsp എന്ന് പറയുന്ന എക്സ്റ്റൻഷനാണ്. ഇത് റൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അപ്പാച്ചി ടോംകാറ്റ് വെബ് സെർവർ ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ റൺ ചെയ്യുന്നത്. ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് വെബ് സെർവറിൽ വെച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇതൊരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ജാവ 2 പ്ലാറ്റ്ഫോം ഓർ J2EE. അതായത് JSP എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്? HTMLഉം ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഈ സ്ക്രിപ്റ്റിംഗ് എന്തിനു വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു? ഡൈനാമിക് വെബ് പേജസ്. ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ വെബ് സെർവറിൽ വെച്ചിട്ടാണ്. ഓക്കെ, അടുത്തത് നമ്മൾ HTML ഉപയോഗിച്ചിട്ട് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ എഴുതുന്നത് പോലെ HTML ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു വെബ്സൈറ്റിൽ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു വെബ് പേജിന് നമ്മൾ പറയുന്നത് HTML ഫയൽ എന്നാണ്. ഇനി HTML ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് അതിൻ്റെ ടാഗ്സുകളെ കുറിച്ച് പഠിക്കുകയാണ്. ടീച്ചർ അത് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ടാഗ്സുകളും കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മളൊരു സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഹാഷ് ഇൻക്ലൂഡ്, അത് കഴിഞ്ഞാൽ യൂസിങ് നെയിം സ്പേസ്, അത് കഴിഞ്ഞാൽ ഇൻറ്റ് മെയിൻ, കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട് HTML പേജ്. അതായത് ഒരു വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എലമെൻസുകൾ. മെയിൻലി നമുക്ക് 4 എലമെൻറ്റ്സ് ആണ് അതിൽ വരുന്നത്. ഒന്ന് HTML എന്ന് പറയുന്ന ഒരു ടാഗ്, രണ്ടാമത്തത് വരുന്നത് ഹെഡ്, മൂന്നാമത് വരുന്നത് ടൈറ്റിൽ, നാലാമത്തത് വരുന്നത് ബോഡി പോർഷൻ. ബോഡി പോർഷനിലാണ് നമ്മൾ വെബ് പേജിന് വേണ്ടിയിട്ടുള്ള മറ്റ് എല്ലാ ഫീച്ചേഴ്സും എഴുതുന്നത്. ഇനി നമ്മൾ ഓരോ ടാഗ്സും അതിൻ്റെ സ്പെസിഫിക് ആയിട്ട് ഓരോ ടാഗ്സിനെ കുറിച്ചിട്ട് സ്പെസിഫിക് ആയിട്ട് കീവേഡുകൾ ഉപയോഗിക്കും. അതായത് വിശേഷണം ചേർക്കുക. വിശേഷണം എന്ന പദത്തിന് ഇവിടെ നമ്മൾ HTML ഉപയോഗിക്കുന്ന വേർഡാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു HTML പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടാഗ്സുകളും അതിൻ്റെ കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ട്സും പഠിക്കുക എന്നതാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള
ടാഗ്സുകളാണ് ടീച്ചർ നേരത്തെ പറഞ്ഞ 4 ടാഗ്സ്. ഈ 4 ടാഗുകൾക്കും ഓപ്പണിംഗ് ടാഗും ഉണ്ട്, ക്ലോസിംഗ് ടാഗും ഉണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ഒരു വെബ് പേജ് എങ്ങനെ നമുക്ക് എഴുതി ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് കാണാം. അടുത്തതാണ് ബോഡി പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിൽ നമുക്ക് HTML വെബ് പേജിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതാം. ഇവിടെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഹലോ വെൽക്കം ടു വേൾഡ് ഓഫ് വെബ് പേജസ് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ബോഡി പോർഷൻ ക്ലോസ് ചെയ്തു, അതിനുശേഷം HTML ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, HTML ഹെഡ്, ടൈറ്റിൽ, അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ക്ലോസിംഗ് ടാഗും ഉണ്ട്. ക്ലോസിംഗ് ടാഗാണ് നമ്മൾ സ്ലാഷ് വെച്ച് എഴുതുന്ന ടാഗ്. അപ്പോൾ HTMLൻ്റെ ഓപ്പണിംഗ് ടാഗാണ് ഏറ്റവും ഫസ്റ്റ് ലൈനിൽ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ക്ലോസിംഗ് ടാഗാണ് ഏറ്റവും ലാസ്റ്റ് ലൈനിൽ കാണുന്നത്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹെഡ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹെഡിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ടാഗാണ് ടൈറ്റിൽ ടാഗ്. ടൈറ്റിൽ അവിടെ ഒരു ദിസ് ഈസ് ദി ടൈറ്റിൽ ഓഫ് വെബ് പേജ് എന്ന് പറഞ്ഞതിന് ശേഷം ടൈറ്റിൽ ടാഗ് ക്ലോസ് ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യുന്നത്. ഇനി അതിനുശേഷം ബോഡി ടാഗ് തുടങ്ങുന്നു. ബോഡി ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതാം. അത് കഴിഞ്ഞതിന് ശേഷം ബോഡി ടാഗ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ HTML എന്ന് പറയുന്ന ഈ ലാംഗ്വേജിൽ ഡിഫറെൻറ്റ് ടാഗ്സുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ മെയിൻലി നമ്മൾ 4 ടാഗ്സുകളെ കുറിച്ച് പഠിച്ചു. ഈ 4 ടാഗിനും ഓപ്പണിംഗ് ടാഗും ഉണ്ട്, ക്ലോസിംഗ് ടാഗും ഉണ്ട്. ഇനി ഇതൊരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് അല്ല. അതായത് നിങ്ങൾക്കിത് ക്യാപിറ്റൽ ലെറ്ററിലോ അല്ലെങ്കിൽ സ്മോൾ ലെറ്ററിലോ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ഇനി ഇത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് സാധാ നോട്ട് പാഡിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്യുന്നത് .html എന്ന് പറയുന്ന എക്സ്റ്റൻഷനിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ ഡിഫറെൻറ്റ് സ്പെസിഫിക്കേഷൻസിനെ കുറിച്ചിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.